വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് രാജ്ഭവൻ കൃത്യമായി മറുപടി നൽകുന്നില്ലെന്ന് പരാതി. സർക്കാരിനെതിരെ കേസുകൾ നടത്തിയ വകയിൽ എത്ര രൂപ ചിലവഴിച്ചു എന്ന ചോദ്യത്തിൽ നിന്നാണ് ഗവർണറുടെ ഓഫീസ് ഒളിച്ചോടിയത്. വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിനെ തുടർന്ന് മറുപടി നൽകിയെങ്കിലും വിവരങ്ങൾ ഭാഗികമായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലയളവിൽ രാജ്ഭവൻ നടത്തിയ കേസുകൾ, ഹാജരായ അഭിഭാഷകർക്ക് നൽകിയ ഫീസ് എന്നീ വിവരങ്ങളാണ് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടത്. എന്നാൽ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാനോ വിവരങ്ങൾ കൈമാറാനോ രാജ്ഭവൻ ആദ്യം തയ്യാറായില്ല. സർക്കാരിനെതിരെ കേസ് നടത്തുന്നില്ല, ഫീസ് തുക ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല തുടങ്ങിയ ഒഴുക്കൻ മറുപടികളാണ് രാജ്ഭവൻ നൽകിയത്. അപേക്ഷകൻ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ സമീപിച്ചപ്പോൾ അഭിഭാഷകരുടെ പേരും വിവരങ്ങളും നൽകാൻ ഉത്തരവിട്ടു. 10 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ കൈമാറാൻ മെയ് 31 പുറത്തിറക്കിയ ഉത്തരവിൽ കമ്മീഷണർ നിർദ്ദേശിച്ചു. എന്നാൽ പൂർണ്ണമല്ലാത്ത മറുപടിയാണ് ലഭിച്ചതെന്ന് അപേക്ഷകനായ രാജു വാഴക്കാല പറഞ്ഞു. 10 ദിവസത്തിനുള്ളിൽ നൽകേണ്ട മറുപടി ജൂൺ 12 2 ദിവസത്തിന് ശേഷം മറുപടി എഴുതുകയും ജൂൺ 16 പോസ്റ്റ് ചെയ്യുകയും 18 അപേക്ഷകന് ലഭിക്കുകയുമാണ്. ഈ മറുപടി പ്രകാരം 2 വക്കീലന്മാർക്ക് മാത്രമായി ഓണറേറിയം എന്ന നിലയിൽ 19 ലക്ഷം രൂപയാണ് രാജ്ഭവൻ ചിലവഴിച്ചിരിക്കുന്നത്. നിയമ ഉപദേശകരായി 3 പേരെയും സ്റ്റാൻഡിംഗ് കൗൺസിലായി 2 പേരെയും നിയമിച്ചുവെന്ന് മറുപടിയിലുണ്ട്. 2 പേർക്ക് 50,000 രൂപ വീതവും ഒരാൾക്ക് 25,000 രൂപ വീതവും ഓണറേറിയം നൽകി. 3 പേർക്കും കൂടി 25,75,000 രൂപ നൽകി എന്ന് വ്യക്തമാക്കി. എന്നാൽ സ്റ്റാൻഡിംഗ് കൗൺസിലിന് കേസ് ഒന്നിന് 10,000 രൂപ വീതം നൽകിയെന്നല്ലാതെ എത്ര കേസുണ്ടെന്നോ ആകെ ചിലവാക്കിയ തുക എത്രയെന്നോ പറയുന്നില്ല. ഏതായാലും സംസ്ഥാന സർക്കാരിനെതിരെ കേസ് നടത്താൻ ഗവർണർ സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവാക്കിയത് ചെറിയ തുകയല്ല എന്ന് വ്യക്തം. കണക്ക് പുറത്തുവിടാതിരിക്കാൻ വിവരാവകാശ അപേക്ഷ പോലും അട്ടിമറിക്കാൻ ശ്രമമുണ്ടായി. കൈരളി ന്യൂസ്, കൊച്ചി.